ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പതിവ് പോലെ എല്ലാവരും തന്നെ ജോലിക്ക് പോയിട്ടുണ്ടായിരിക്കും. സുഭാഷ് വന്നിട്ട് നിധിയോട് പറയുന്നുണ്ട്, മോൾക്കുള്ള ഭക്ഷണം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, എപ്പോഴാണ് വിശക്കുന്നത് അപ്പോൾ മോളെടുത്ത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അവർ പോയതിനു ശേഷം നിധി അടുക്കളയിൽ പോയി നോക്കുന്നുണ്ട്. വളരെ രുചികരമായ ഭക്ഷണം എല്ലാം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിധി മനസ്സിൽ കരുതുന്നുണ്ട്, എന്തായാലും സുഭാഷേട്ടനും നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവണം, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഈ വീട്ടിലെ എല്ലാവർക്കും തന്നെ അവരെ മനസ്സിലാക്കുന്ന പെൺകുട്ടികൾ വരണം. സുഭാഷ് ചേട്ടനാണെങ്കിൽ സുനന്ദയെ നല്ല മാച്ചാണ്. അതുപോലെ ഹാരിഷിനും ആരെയോ ഏതോ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് നികേഷ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം തന്നെ മാറി മറിയും. അതുപോലെ ഈ വീടൊന്ന് പുതുക്കി പണിയണം. അതെന്തായാലും ഇപ്പോൾ ഇവർ വിചാരിച്ച കഴിയില്ല. അതിന് ഇവരുടെ വലിയച്ഛനും അപ്പച്ചിയൊക്കെ കനിയണം. അങ്ങനെ എങ്ങനെയായാലും ഇതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം എന്നൊക്കെ ആലോചിച്ച് നിധി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് ആ ഒരു മൂലയിലായിട്ട് കുറേ ഫോട്ടോസ് അവൾ കാണുന്നത്. അതിൽ നിന്ന് സുധീഷിൻ്റെ സുഭാഷിൻ്റെയൊക്കെ അമ്മയാണെന്ന് കാണിക്കുന്ന ഒരു ഫോട്ടോസ് അവൾ എടുത്തു നോക്കുന്നുണ്ട്. അത് കുറച്ച് മങ്ങിയ ഫോട്ടോ ആയതുകൊണ്ട് തന്നെ അവൾക്ക് വ്യക്തമായിട്ട് അതിൽ മുഖം കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അവിടെ കൂട്ടിയിട്ടിരുന്നതിൽ നിന്ന് പല ഫോട്ടോസും നിധി എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോകളൊക്കെ കാണുമ്പോൾ തന്നെ നിധി ആലോചിക്കുന്നുണ്ട്, പണ്ടൊക്കെ ഇവരിഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അതും ഒരുപാട് സന്തോഷകരമായ ഫോട്ടോസൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ജീവിതം തന്നെ എന്തോ സന്തോഷമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെന്തായിരിക്കും ഇവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടാവുക? എന്തിനായിരിക്കും അച്ഛൻ അമ്മയെ കൊന്നത്? ഒരിക്കലും അച്ഛൻ അമ്മയെ കൊല്ലാൻ ഒരു സാധ്യതയുമില്ല. അന്നൊരിക്കൽ സുഭാഷേട്ടൻ പറഞ്ഞത് നിധി ഓർക്കുന്നുണ്ട്. ചിലപ്പോൾ അച്ഛൻ ഇങ്ങനെ മാറാൻ തന്നെ കാരണം അമ്മയുടെ മരണമായിരിക്കും. അമ്മയെ കൊന്നത് ചിലപ്പോൾ മറ്റാരെങ്കിലും ആയിരിക്കും. അച്ഛൻ അത് ഏറ്റെടുത്ത് ചിലപ്പോൾ ജയിലിൽ പോയതായിരിക്കാം. അങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് തന്നെ നിധി ഓരോ ഫോട്ടോസും എടുത്തു നോക്കുന്നുണ്ട്. പഴയ ഫോട്ടോകളായതുകൊണ്ട് തന്നെ പലതും വ്യക്തമായിരുന്നില്ല. അങ്ങനെ ഫോട്ടോസൊക്കെ ഓരോന്ന് എടുത്തു നോക്കുന്നതിനിടയിൽ വ്യക്തമായ ഒരു ഫോട്ടോ മാത്രം അവളുടെ കൈ കിട്ടുകയാണ്. എന്തായാലും സുധീഷിൻ്റെയും സുഭാഷിൻ്റെയൊക്കെ അമ്മയെ കാണാമല്ലോ എന്നുള്ള ആഗ്രഹത്തിൽ അവൾ ആ ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിധി ഒന്ന് ഷോക്കാവുന്നുണ്ട്. നിധി ആലോചിക്കുകയാണ്, ഇതേ ഫോട്ടോ ഞാൻ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്. അത് എൻ്റെ വീട്ടിലെ സ്റ്റോർ റൂമിനകത്താണ്, ആർക്കും വേണ്ടാതെ കൂട്ടിയിട്ട നിലയിൽ. അങ്ങനെ ആ ഫോട്ടോ തിരിച്ചു മറിച്ച് നോക്കി നിധി ഫോണിലേക്ക് പകർത്തുന്നുണ്ട്. അവളുടെ മനസ്സിൽ വല്ലാതെ ആദ്യം നിറയുന്നുണ്ട്. തൻ്റെ വീട്ടിലും ഇതേ ഫോട്ടോ തന്നെ ഉണ്ടായിരുന്നു. അന്നൊരിക്കൽ ഞാനത് എടുക്കാൻ പോയപ്പോൾ എന്തിനാ ആ സ്റ്റോർ റൂമിലേക്കൊക്കെ കയറുന്നേ? അവിടെ ആകപ്പാടെ അലങ്കോലമായി കിടക്കുമല്ലേ, അതിനകത്ത് കയറി എന്തെങ്കിലുമൊക്കെ എടുത്ത കയ്യിലൊക്കെ ഓരോന്നൊക്കെ കൊണ്ടു കയറില്ലേ? എന്തിനാ മോള് ആവശ്യമില്ലാതെ അതിനകത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് അന്നൊരിക്കൽ അച്ഛനും അമ്മയും കൂടി തന്നെ വഴക്ക് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു. ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവൾ ആ ഫോട്ടോ തിരിച്ചു മറിച്ച് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾ ആലോചിക്കുന്നത്, ഇവരുടെ അമ്മയുടെ പേരെന്താണെന്ന് തനിക്കറിയില്ലല്ലോ. അപ്പോൾ തന്നെ സുധീഷിനെ വിളിച്ചിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ്? പെട്ടെന്ന് നിധിയുടെ കോള് കാണുമ്പോൾ തന്നെ സുധീഷിന് സന്തോഷമാകുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, ആഹാ, താൻ എന്നെ വിളിക്കുമോ? താൻ എന്താ ചോദിച്ചേ? അമ്മയുടെ പേരെന്തെന്നോ? അല്ല, എന്തിനാ ഇപ്പോൾ എൻ്റെ അമ്മയുടെ പേരറിഞ്ഞിട്ട്? അപ്പോൾ നിധി പറയുന്നുണ്ട്, അതല്ല, എനിക്കെന്താ അങ്ങോട്ട് വിളിച്ചൂടെ? പിന്നെ നിങ്ങളുടെ അമ്മയുടെ പേര് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, അതറിയാനുള്ളൊരാഗ്രഹം ഇപ്പോൾ ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ അത് ഓർത്തത്, അതുകൊണ്ട് വിളിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ സുധീഷ് അമ്മയുടെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പേര് കേട്ടതും നിധിക്ക് ഏകദേശം ഒരു രൂപം തന്നെ കിട്ടുന്നുണ്ട്. അവിടെ തൻ്റെ വീട്ടിലെ ഫോട്ടോയിലുള്ള ആ അമ്മയ്ക്കും അതുപോലെ ഇവിടുത്തെ ഫോട്ടോയിലെ ഈ അമ്മയ്ക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ട്. അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ നിധി നേരെ സാന്ദ്രയെ വിളിക്കുന്നുണ്ട്. അല്ല സാന്ദ്രേച്ചി, അന്ന് നമ്മുടെ വീട്ടിലെ സ്റ്റോർ റൂമിൽ കുറേ ഫോട്ടോസൊക്കെ കൂട്ടിയിട്ടേക്കുന്നത് നമ്മളന്ന് കണ്ടില്ലായിരുന്നു? അതിൽ കണ്ട ആ സ്ത്രീയുടെ അതേ ഫോട്ടോ ഞാൻ ദേ ഇവിടെ സുധീഷിൻ്റെ ഒക്കെ വീട്ടിലും കണ്ടു. അത് അവരുടെ അമ്മയാണെന്നാണ് പറഞ്ഞത്. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഈ ഫോട്ടോയിൽ കാണുന്നതും നമ്മുടെ വീട്ടിലെ ഫോട്ടോയിൽ കാണുന്നതും രണ്ടും ഒരാൾ തന്നെയാണ്. അവിടെ അച്ഛൻ്റെ പെങ്ങളാണെന്നല്ലേ പറഞ്ഞത്? അതും നമ്മുടെ അപ്പച്ചിയുടേത്. അപ്പച്ചിയെ കണ്ടൊരു ഓർമ്മ പോലും എനിക്കില്ല. പിന്നെ ആ ഫോട്ടോ എങ്ങനെ ഇവിടെ എത്തി? ഓർത്തിട്ട് എനിക്കൊരൊത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ സാന്ദ്ര പറയുന്നുണ്ട്, അത് പിന്നെ പണ്ടെപ്പോഴും അമ്മ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. മോളുടെ അപ്പച്ചി അവർക്കിഷ്ടമുള്ള ഒരു പയ്യൻ്റെ കൂടെ അന്ന് ഒളിച്ചോടി പോയതാണെന്ന്. അതിൽ പിന്നെ ഇവിടുത്തെ അച്ഛനൊന്നും അവരെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല.
അന്നു മുതൽ ഇന്ന് വരെ അവർക്ക് അവരുടെ വെറുപ്പാണ്. പിന്നീടൊന്ന് അന്വേഷിക്കുക പോലും ചെയ്തിട്ടില്ല. അത്രയ്ക്കും വെറുപ്പായതുകൊണ്ടായിരിക്കുമല്ലോ ആ ഫോട്ടോസ് ഇവിടെയൊന്നും വെക്കാതെ ആ സ്റ്റോർ റൂമിൽ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നത്. അങ്ങനെ നിധിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ്. ഇത് മറ്റാരുമല്ല, തൻ്റെ അപ്പച്ചി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ സുധീഷ് എന്നെ മുറിച്ചേർക്കനല്ലേ? അപ്പോൾ തന്നെ ദൈവം വെറുതെ അല്ല ഈ ഒരു കുടുംബമായിട്ട് കൂട്ടിയിണക്കിയത്. അങ്ങനെ സാന്ദ്രയ്ക്ക് നിധി ആ ഫോട്ടോ ഫോണിലൂടെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കണ്ട ഉടനെ സാന്ദ്ര പറയുന്നുണ്ട്, അതേ മോളെ, ഇവിടെയുള്ള അപ്പച്ചിയുടെ അതേ ഫോട്ടോ തന്നെയാണിത്. ഇവർ രണ്ടുപേരും ഒന്ന് തന്നെ. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതെ ചേച്ചി, ശരിയാണ്, രണ്ടുപേരുടെ പേരും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ അപ്പച്ചി മരിച്ചിട്ട് അവിടെ നിന്ന് ആരും ഇതുവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലേ? അതോ അവരറിഞ്ഞു കാണില്ലേ അപ്പച്ചി മരിച്ച വിവരം? അതൊന്നും എനിക്കും അറിയില്ല മോളെ. ഞാനും ഇങ്ങോട്ട് വന്നിട്ട് അധികമായില്ലല്ലോ. എന്തായാലും സമയം കിട്ടുമ്പോൾ അമ്മയോടതൊന്ന് ചോദിച്ചു നോക്കണം. അങ്ങനെ അക്കാര്യം സാന്ദ്രയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് സാന്ദ്ര എല്ലാവരോടും കൂടി പറയുന്നുണ്ട്, അത് പിന്നെ ഇന്ന് നിധി എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. അത് കണ്ട് ഞാൻ ആകെ അങ്ങ് ഷോക്കായിപ്പോയി. അവൾ അയച്ചു തന്ന ഫോട്ടോ കണ്ട് നീ എന്തിനാണ് ഇത്ര ഷോക്കായി പോകുന്നത്? നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ അവളോട് സംസാരിക്കരുതെന്ന്? മരണം ചാടിക്കേറി സാന്ദ്രയോട് പറയുകയാണ്. അപ്പോൾ സാന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളെങ്ങനെ എന്നോട് ദേഷ്യപ്പെടാതെ? അവൾ അയച്ചു തന്ന ഫോട്ടോ അത് സുധീഷിൻ്റെ അമ്മയുടേതാണ്. ആ അമ്മയുടെ ഫോട്ടോ കണ്ടാൽ നിങ്ങളെല്ലാവരും തന്നെ ഞെട്ടും. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട്. അങ്ങനെ സാന്ദ്ര നിധി അയച്ചു കൊടുത്ത ഫോട്ടോ എല്ലാവരും തന്നെ കാണിക്കുകയാണ്. അങ്ങനെ ആ ഫോട്ടോ കണ്ടത് നിധിയുടെ അച്ഛൻ ഞെട്ടിത്തെറിച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ്. അയാൾ ചോദിക്കുന്നുണ്ട്, ഇതാണോ അയാളുടെ അമ്മ? അതെ അച്ഛാ, ഇതാണ് അവൾ അയച്ചു തന്ന ഫോട്ടോ. ഇത് നമ്മുടെ സ്റ്റോർ റൂമിലുള്ള ഫോട്ടോയിൽ പെട്ടതല്ലേ? അപ്പച്ചിയുടെ ഫോട്ടോസാണെന്നും പറഞ്ഞ് മാറ്റിയിട്ടേക്കുന്ന ആ ഫോട്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് സാന്ദ്ര. ഇതേസമയം നിധിയുടെ അമ്മയും ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, ശരിയാണല്ലോ ദൈവമേ, ഇത് അതുതന്നെയാണല്ലോ. അല്ല, ഇതെങ്ങനെ സംഭവിച്ചു? ഓഹോ, അന്ന് ഇവളൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അയാളുടെ മകനാണ് നമ്മുടെ മോളെയും ഇപ്പോൾ കൊണ്ടുപോയത്. അവരെല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ മോളെ കൊണ്ടുപോയിരിക്കുന്നത്. ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കുകയില്ല. കാരണം നിധി പോലും ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതെ, അതൊക്കെ അവരുടെ പ്ലാനായിരിക്കും. അതൊന്നും നമ്മുടെ മോൾ അറിഞ്ഞു കാണില്ല. പക്ഷേ അച്ഛാ, ഇവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല, അവർ മരിച്ചു പോയിരിക്കുന്നു. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞതാ മോളെ. അത് അവളുടെ കെട്ടിയൻ തന്നെയാണ് അവളെ ചവിട്ടിക്കൊന്നത്. അതവൾ അർഹിക്കുന്നുണ്ട്. ഞങ്ങളെ എല്ലാവരെയും ചവിട്ടി താഴ്ത്തിക്കൊണ്ടാണ് അന്ന് അവൾ അവരുടെ കൂടെ പോയത്. അതിനുള്ള ശിക്ഷയും അവൾക്ക് കിട്ടി. പിന്നെ ഞങ്ങളിതിൻ്റെ പുറകെ കേസിന് വിടിവെള്ളിക്കും ഒന്നും പോയില്ല. അങ്ങനെ അവനെ ആ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഭാസ്കരൻ തന്നെയാണ് അവളുടെ ഭർത്താവെന്നുള്ള കാര്യം ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പോൾ അച്ഛനും മക്കളും കൂടെ കരുതിക്കൂട്ടി മനഃപൂർവ്വം എൻ്റെ മകളെ കരുവാക്കിയതാണ്. മുറപ്പെണ്ണാണെന്നുള്ള അധികാരത്തിലായിരിക്കും മിക്കവാറും അവൻ അവളെ കൊണ്ടുപോയിരിക്കുന്നത്. അങ്ങനെ നിധിയോട് ഇക്കാര്യം സാന്ദ്ര വിളിച്ച് പറയുന്നുണ്ട്. ഓ സാന്ദ്രേച്ചി, അങ്ങനെയൊക്കെയാണെന്നല്ലേ അപ്പോൾ കാര്യങ്ങൾ? എന്തായാലും ഇത് വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ മോളെ. ഇവിടെയുള്ളവരെ എല്ലാവരും തന്നെ പറയുന്നത് ഇവർ കരുതിക്കൂട്ടി അവരോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടി മോളെ കൊണ്ടുപോയതായിരിക്കുമെന്നാണ്. നീ അവിടുത്തെ അവരുടെ സ്വന്തം മുറപ്പെണ്ണല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് സാന്ദ്ര. അയ്യോ, ഒരിക്കലും അങ്ങനെയൊന്നും ആയിരിക്കില്ല ചേച്ചി. കാരണം എൻ്റെ അപ്പച്ചിയാണ് അവരുടെ അമ്മയെന്ന് ഇതുവരെ അവർക്കറിയില്ല. ഈ ഫോട്ടോ പോലും അവരെന്നെ കാണിച്ചതല്ല, അവിടെ കൂട്ടിയിട്ടിരുന്നതിൽ നിന്ന് ഞാൻ തപ്പിയപ്പോൾ കിട്ടിയതാണ്. അന്ന് വീട്ടിൽ കണ്ട ആ ഫോട്ടോയുടെ ഒരു സാദൃശ്യം തോന്നിയത് കൊണ്ടാണ് ഞാനിത് ചേച്ചിയോട് വിളിച്ച് ചോദിച്ചതുപോലും. പക്ഷേ മോളെ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. സ്വന്തം അമ്മയുടെ നാടും അവരുടെ വീട്ടുകാരെയൊക്കെ അവർ നേരത്തെ അറിഞ്ഞു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ മോളെ ട്രാപ്പ് ചെയ്തെന്നാണെന്നാണ് ഇവിടെയുള്ളവരെല്ലാവരും തന്നെ പറയുന്നത്. ഛേ, എന്ത് വർത്താനം ചേച്ചി പറയുന്നത്? ഇതങ്ങനെ ആവാനുള്ള ഒരു സാധ്യതയുമില്ല. എന്തായാലും ശരി ചേച്ചി, ഞാൻ ചേച്ചിയെ പിന്നെ വിളിക്കാം. ഇപ്പോഴുള്ള സംസാരിച്ചാൽ അത് ശരിയാവില്ല എന്നും പറഞ്ഞ് നിധി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവൾ ഓരോന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരിക്കും. ഈ സമയത്താണ് സുഭാഷ് അങ്ങോട്ട് ജോലിയും കഴിഞ്ഞ് കയറി വരുന്നത്. നിധിയുടെ ആ നിൽപ്പ് കണ്ട് സുഭാഷ് ചോദിക്കുന്നുണ്ട്, അല്ല മോളെന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇത് ആരുടെ ഫോട്ടോയാ എന്നും പറഞ്ഞ് സുഭാഷ് അത് വാങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് അത് അമ്മയുടെ ഫോട്ടോയാണെന്ന്. ആഹാ, ഇത് അമ്മയുടെ ഫോട്ടോയാണല്ലോ.
എന്താ മോളെ ഇതേ നോക്കി ഇങ്ങനെ നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല ഏട്ടാ. ഈ അമ്മയുടെ നാടെവിടെയാ? അറിയില്ല മോളെ, ഇതുവരെ അച്ഛനൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും സ്വന്തം അമ്മയുടെ നാടെവിടാന്ന് അറിയാതിരിക്കുമോ ഏട്ടാ? ഇല്ല, അച്ഛനും അമ്മയും സ്നേഹിച്ച് കെട്ടിയതാണ്. അമ്മയുടെ വീട്ടുകാരെല്ലാം ഉപേക്ഷിച്ച് അമ്മ അന്ന് അച്ഛൻ്റെ കൂടെ ഇറങ്ങി പോകുന്നതാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങളാരും അമ്മയുടെ സ്ഥലം എവിടാന്നൊന്നും പിന്നീട് അന്വേഷിച്ചിട്ടേ ഇല്ലേ? അന്വേഷിച്ചിട്ടൊന്നുമില്ല. ആർക്കറിയാം അതിപ്പോൾ എവിടാണെന്ന്. എന്തായാലും ഞങ്ങൾക്കിതുവരെ അതിനോടൊരു താല്പര്യം തോന്നിയിട്ടുമില്ല, അന്വേഷിച്ചിട്ടുമില്ല. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്തായാലും സ്വന്തം അമ്മയല്ലേ, അമ്മയുടെ നാടും വീടും ഒക്കെ എവിടാന്ന് ഒന്ന് അന്വേഷിച്ചിരിക്കുമെങ്കിലും ചെയ്യണ്ടേ ഏട്ടാ? അല്ല, മോൾക്കെന്താ ഇപ്പം അമ്മയെക്കുറിച്ച് അറിയാനൊക്കെ ഒരാഗ്രഹം? ഒന്നുമില്ല ഏട്ടാ, ഈ ഫോട്ടോ കണ്ടപ്പോൾ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് നിധി അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോഴും സുഭാഷിനൊരു സംശയം തോന്നുകയാണ്. ഇനി നിധിക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി അറിയാമോ എന്നൊക്കെ സുഭാഷ് ആലോചിക്കുകയാണ്. എന്നിട്ട് നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഫോട്ടോ ഒക്കെ മോക്ക് എവിടെ നിന്നാണ് കിട്ടി? ഇത് മൊത്തം സ്റ്റോർ റൂമിൽ കിടക്കുകയായിരുന്നില്ലേ? അതെ ഏട്ടാ, ചുമ്മാ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ്. അതുകൊണ്ട് അത് പൊടി പിടിച്ച് കിടക്കുന്നതുകൊണ്ട് തുടച്ച് വെക്കാൻ ഓർത്ത് എടുത്തു എന്നേ ഉള്ളൂ. എന്തായാലും അമ്മയുടെ ഫോട്ടോ എടുത്ത് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി ഇവിടെ തൂക്കിയിടാം. എന്നിട്ട് അതിൽ വിളക്ക് കത്തിക്കാം. മരിച്ചുപോയവരുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടത് എന്നിങ്ങനെ നിധി സുഭാഷിനോട് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നിധി ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ സുഭാഷ് പിന്നെയും ചോദിക്കുന്നുണ്ട്, അല്ല മോള് എന്തെങ്കിലും എന്നോട് ഒളിക്കുന്നുണ്ടോ? അങ്ങനൊന്നുമില്ല സുഭാഷ് ഏട്ടാ. അല്ല, എന്തോ ഉണ്ട്. ഒന്നുമില്ല ഏട്ടാ എന്നും പറഞ്ഞ് നിധി അകത്തേക്ക് പോകുന്നുണ്ട്. നിധി പോകുമ്പോൾ തന്നെ സാന്ദ്രയുടെ കോള് നിധിയുടെ ഫോണിലേക്ക് വരുന്നുണ്ട്. നിധി അപ്പോൾ സാന്ദ്രയോട് സുഭാഷുമായിട്ട് സംസാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് സുഭാഷ് തൊട്ട് പുറകിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നിധി തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ സുഭാഷ് നിൽക്കുന്നത് കാണുന്നുണ്ട്. അപ്പം തന്നെ നിധിക്ക് മനസ്സിലാവുന്നുണ്ട് അവർ തമ്മിൽ സംസാരിച്ച കാര്യങ്ങളെല്ലാം സുഭാഷേട്ടൻ കേട്ടിട്ടുണ്ടെന്ന്. സുഭാഷ് അപ്പോൾ നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ഞങ്ങളുടെ അമ്മയും മോളുടെ വീട്ടുകാരും തമ്മിൽ എന്താണ് പ്രശ്നം? മോൾ എന്താ അങ്ങനെയൊക്കെ ഫോണിൽ കൂടി പറഞ്ഞത്? അത് പിന്നെ സുഭാഷേട്ട, എൻ്റെ അപ്പച്ചിയാണ് നിങ്ങളീ പറയുന്നത് നിങ്ങളുടെ അമ്മ. ഇന്ന് ഈ ഫോട്ടോ കണ്ടപ്പോഴാണ് എൻ്റെ വീട്ടിൽ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ ആയിട്ട് എനിക്ക് സാമ്യം തോന്നി ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുത്തത്. അപ്പോഴാണ് ചേച്ചി പറയുന്നത് അത് അച്ഛൻ്റെ പെങ്ങളാണെന്ന്. പണ്ട് എൻ്റെ ചെറുപ്പത്തിലെ മറ്റൊരു പുരുഷനുമായിട്ട് സ്നേഹിച്ച് വീട്ടുകാരെ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി വന്നയാളാണ് എൻ്റെ അപ്പച്ചി. അങ്ങനെ വന്നതുകൊണ്ട് തന്നെ പിന്നീട് ആരും തന്നെ അപ്പച്ചിയെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. സുഭാഷേട്ടൻ ചോദിക്കുന്നുണ്ട്, മോളെ നീ പറയുന്നതൊക്കെ സത്യമാണോ? അതെ സുഭാഷേട്ടാ, ഞാൻ എൻ്റെ വീട്ടിലും അപ്പച്ചിയുടെ ഇതേ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് സംശയം തോന്നിയാണ് ഞാനത് സാന്ദ്രേച്ചിക്ക് അയച്ചു കൊടുത്തത്. ചേച്ചി അത് കൺഫേം ചെയ്ത് തിരിച്ചെന്നോട് പറയുകയും ചെയ്തു. ദൈവമേ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മോള് ഞങ്ങളുടെ ബന്ധുക്കളാണല്ലേ? ആഹാ, അത് കൊള്ളാലോ. അപ്പോൾ ചേച്ചി ഞങ്ങളുടെ അമ്മാവൻ്റെ മകളല്ലേ? അതായത് സുധീഷേട്ടൻ്റെ മുറപ്പെണ്ണ്. കൊള്ളാലോ ഇത് എന്നും പറഞ്ഞ് നികേഷ് അങ്ങോട്ട് വരികയാണ്. ആഹാ, നിനക്കെന്താടാ, വേറെ പണിയൊന്നുമില്ലേ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? എന്നൊക്കെ പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ട് സുഭാഷേട്ടൻ അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. നികേഷ് ഇപ്പോൾ പറയുന്നുണ്ട്, വേണ്ട സുഭാഷേട്ടൻ, എന്നെ ഇവിടുന്ന് വെറുതെ പറഞ്ഞു വിടാൻ നോക്കണ്ട. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഞാൻ കേട്ടു. അമ്മയ്ക്ക് ഇങ്ങനൊരു കുടുംബം ഉണ്ടായിരുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ചുമ്മാതല്ല, ചേച്ചിക്ക് സുധീഷേട്ടനോട് ഡ്രൈവറായിട്ട് പോലും ഒരിഷ്ടമൊക്കെ തോന്നി. കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് തന്നെ വരാൻ തോന്നിയത്. നിന്നോട് മിണ്ടാതെ അപ്പുറത്തേക്ക് പോകാൻ പറഞ്ഞത് കേട്ടില്ലേ? നിധിയുടെ മനസ്സിൽ അങ്ങനൊന്നും ഇല്ലെന്നുള്ള കാര്യം അവൾ തുറന്നു പറഞ്ഞതല്ലേ? അതിനെന്താ ചേട്ടാ, ഇനിയിപ്പോൾ അങ്ങനെയുള്ള ഇഷ്ടമൊക്കെ ചെറിയതായിട്ട് തോന്നി തുടങ്ങാലോ. എന്തായാലും മുറച്ചെറുക്കനായി പോയില്ലേ എന്നിങ്ങനെ നികേഷ് ചോദിച്ചിട്ട് പോവാണ്. അപ്പോൾ നിധിയുടെ മനസ്സിലും എന്തോ ഒരു ചെറിയ ഇഷ്ടമൊക്കെ സുധീഷിനോട് തോന്നി തുടങ്ങുന്നുണ്ട്. സുധീഷ് അവസരത്തിനൊത്ത് നുണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അവന് അതിനൊക്കെ ഒരു തക്കതായ കാരണമുണ്ടെന്നും അതുപോലെ നിധിയെ ഒരുപാട് സുധീഷ് സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ നിധി തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ നിധി സുധീഷിൻ്റെ മുറപ്പെണ്ണാണെന്നുള്ള വിവരം ആ വീട്ടിലുള്ള എല്ലാവരും തന്നെ തിരിച്ചറിയുകയാണ്. ഇത് തിരിച്ചറിയുന്ന ഭാസ്കരന് വല്ലാത്തൊരു ഷോക്കാവുന്നുണ്ട്.